കില്ലാടികളെ നമ്മുടെ ഒരു സ്വാമിജി നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ബാബു സ്വാമി അല്ല, നമ്മുടെ വേറൊരു മുരാരി തന്ത്രി എന്ന് പറഞ്ഞിട്ട് വേദാർ പുള്ളിക്കാരെ പേര് കേട്ടിട്ടുണ്ടല്ലേ. VS മുരാരി തന്ത്രി വെണ്ടാർ വേണ്ടാർ മുരാരി ജ്യോതിഷാലയം വേണ്ടാർ കൊട്ടാരക്കര. നിങ്ങൾക്ക് പേര് കേട്ടായില്ല. ഞാൻ പുള്ളിക്കാരുടെ പേര് ഇപ്പോഴാണ് ഒന്ന് വായിക്കുന്നത്, ന്യൂസ് കണ്ടപ്പോഴാണ് ഞാൻ വായിക്കുന്നത്. അതുവരെ പുള്ളിക്കാരുടെ റീലും കാര്യങ്ങളൊക്കെ ഞാൻ ആസ്വദിച്ചിരുന്നു, ഞാൻ ആഹ്ലാദിപ്പിച്ചിരുന്നു. അത് ആൾ റീൽ കണ്ടിട്ട് നിങ്ങളും കണ്ടിട്ടുണ്ടോ പുള്ളിക്കാരുടെ റീലൊക്കെ? കാണാത്തവർക്കായി ഞാൻ ഒരു 2-3 റീലൂടെ വെക്കാനുള്ള അത്യാവശ്യം വൈറലായ റീലാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് അത് പ്ലേ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉയ്യാളോ എന്ന സംഭവം. പുള്ളിക്കാരൻ ഒന്നുകൂടി കേട്ടില്ല, ജ്യോതിഷം മറ്റേ ഈ അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. ദേശത്ത് ഒരു തന്ത്രിയാണ് ഇല്ലടല്ല പുള്ളിക്കാരൻ. എല്ലാ പ്രശ്ന പരിഹാരങ്ങളും പുള്ളിക്കാരൻ നോക്കും. പക്ഷേ ഇത് വേറെ ടൈപ്പിലാണെന്ന് മാത്രമേ കേട്ടില്ല, എല്ലാ പ്രശ്ന പരിഹാരങ്ങളും നോക്കി. പക്ഷെ ഏതൊരു പ്രശ്നത്തിന് വേണ്ടി, ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു യുവതി വരികയാണ് ഇടയ്ക്കില്ലടല്ല പുള്ളിക്കാരുടെ അടുത്ത്. അപ്പൊ പുള്ളിക്കാരൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പല തന്ത്രങ്ങളും പയറ്റാൻ വേണ്ടി റൂമിൽ കയറ്റി. അവസാനം എന്തായി, അത് പീഡനമായി മാറി. അപ്പൊ പുള്ളിക്കാരൻ അറസ്റ്റ് ചെയ്തിരിക്കണം. അറസ്റ്റ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ ഇടയിലുള്ള എന്തുകൂടെ വെക്കാം. ആദ്യം പുള്ളിക്കാരൻ ആരാന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇവിടെ 2-3 റീൽസ് വെക്കാം. ആൾ പുള്ളിക്കാരൻ പിൻ ചെയ്തു. ഓക്കെ, പുള്ളിക്കാരൻ ബയോളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആസ്ട്രോളജിസ്റ്റ് ബുക്കിംഗ് നമ്പർ കൊണ്ട് ഒരു 4 1 2 3 4 5 നമ്പർ കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ യൂട്യൂബ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. എന്തായാലും ഫസ്റ്റ് എനിക്ക് ആ പാട്ടൊന്ന് അത് പുള്ളിക്കാരന്റെ വൈഫാണ് തോന്നുന്നു. എനിക്ക് പാടാറുള്ള വല്ലാത്തൊരു മുഹബത്താണിടി പെണ്ണേ നിന്നോട്, ഒരു നാളും കുറയിലായി തിരിശം നിന്നോട്. അല്ലാണി കൽവിൽ കയറിയാണ് നിന്റെ, ഒരു നേരം കഴിയില്ല നിന്റെ മൊഴി കേൾക്കാതെ. എനിക്ക് ഇഷ്ടമല്ലേ കറങ്ങും ഇങ്ങനെ 360 ആണ്. അപ്പൊ ഇതാണ് കില്ലാടിയുടെ പുള്ളിക്കാരുടെ റീല്. എന്താ വെച്ചാൽ പുള്ളിക്കാരൻ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുള്ളിക്കാരൻ ഫുൾ പാട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ വെച്ചാൽ ട്രെൻഡിങ് എന്താണോ അതെടുത്ത് പുള്ളിക്കാരൻ റീലായിട്ട് അപ്ലോഡ് ചെയ്യും. എന്താ വെച്ചാൽ കില്ലാടിന് നോർമലി നമ്മൾക്ക് എന്താ വെച്ചാൽ ഒരു തന്ത്രി അല്ലെങ്കിൽ ഒരു പൂജാരി അല്ലെങ്കിൽ നമ്പൂതിരി എന്ന് പറയുന്ന സമയത്ത് നോർമലി അങ്ങനെ പൂജാ സംഭവ സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം നമ്മുടെ മൈൻഡിൽ വരുന്നത്. ബട്ട് ഇത് പുള്ളിക്കാരൻ ഡിഫറെന്റ്. എന്താ വെച്ചാൽ ഡിഫറെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇങ്ങനത്തെ റീലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കേ തോന്നിപ്പോ എടാ ഇങ്ങനെ ഒരു മനുഷ്യരുണ്ടോ എന്നൊരു തോന്നിപ്പോ. അപ്പൊ സോ നമുക്കും അങ്ങനെ തോന്നിയില്ല. അപ്പോൾ പുള്ളിക്കാരനാണ് ഇത്. അപ്പൊ ആളെന്ത് വെച്ച് കഴിഞ്ഞാൽ എന്തോ പീഡന കേസിൽ അറസ്റ്റ് ആയിരിക്കണം. അപ്പൊ അറസ്റ്റ് ആണ് ഒരു വീഡിയോ കൂടി വെക്കാം, എന്നിട്ട് ഞാൻ ന്യൂസ് വെക്കാറില്ല ഇടയ്ക്കില്ലടല്ലേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അറസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അല്ല, അറസ്റ്റ് ചെയ്യുന്ന വീഡിയോന് മുമ്പ് നമുക്ക് എന്തായാലും ന്യൂസ് പ്ലേ ചെയ്യാറുള്ളൂ, എന്നിട്ട് അറസ്റ്റ് ചെയ്യുന്ന വീഡിയോ വെക്കാം. ഓക്കെ, ന്യൂസ് ഞാൻ ലൈക്ക് ചെയ്തിട്ടുണ്ട്. ജോൾസിനെതിരെ കേസ് എന്ന് പറഞ്ഞിട്ട് ഏഷ്യനെറ്റ് ന്യൂസിൽ വന്നിട്ടുണ്ട്. ലൈംഗിക അതിക്രമ കേസ്. പുള്ളിക്കാരൻ എന്തോ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി യുവതി വരികയുണ്ടായി. പുള്ളിക്കാരെ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി റൂമിൽ അടിച്ചിട്ട് പിന്നെ എന്തൊക്കെയോ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കി, അവസാനം പെട്ടിട്ടില്ലറെ. അപ്പൊ ഞാൻ ഇതൊന്ന് വെക്കാം. കൊല്ലം പുത്തൂരിൽ പെൺകുട്ടിക്ക് നേരെ ജോത്സ്യൻ ലൈംഗിക അതിക്രമം നടത്താൻ ശ്രമിച്ചെന്ന് പരാതി. മുരാരി തന്ത്രി എന്ന് വിളിക്കുന്ന വെണ്ടാർ സ്വദേശി രാജൻ ബാബുവിനെതിരെ കേസെടുത്തു. ബാധ ഒഴിപ്പിക്കലിനായി അമ്മയ്ക്കൊപ്പം എത്തിയതായിരുന്നു പെൺകുട്ടി. ജോത്സ്യൻ ഒളിവിലാണ്. മിഥുൻ സുധാകരൻ ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, എന്തൊക്കെയാ കൊല്ലത്ത് നടക്കുന്നത്? നടന്നതായിട്ട് പറയുന്നത്, അതായത് ഈ ജ്യോതിഷാലയത്തിലേക്ക് മുരാരി തന്ത്രി എന്ന് വിളിക്കുന്ന വെണ്ടാർ സ്വദേശി രാജൻ ബാബു നടത്തുന്ന ഈ ജ്യോതിഷാലയത്തിലേക്ക് പെൺകുട്ടിയും അതുപോലെ തന്നെ അമ്മയും എത്തുകയായിരുന്നു. അതിനുശേഷം അമ്മയെ പുറത്തിരുത്തി പെൺകുട്ടിയെ അകത്തേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ലൈംഗികാതിക്രമം നടത്താൻ ശ്രമിച്ചെന്നതാണ് പരാതി. ഈ പെൺകുട്ടിയുടെ ബഹളം കേട്ട് അമ്മ അകത്തേക്ക് ഓടി ചെല്ലുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരടക്കം സ്ഥലത്ത് തടിച്ചുകൂടി. എന്തായാലും സംഭവത്തിൽ ഈ രാജൻ ബാബു എന്ന് പറയുന്ന ഈ മുരാരി തന്ത്രിക്കെതിരെ നിലവിൽ പുത്തൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോക്സോ കേസാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. ഈ പ്രതി നിലവിൽ ഒളിവിലാണ് എന്നത് പോലീസ് പറയുന്നുണ്ട്. ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കം സ്വിച്ച് ഓഫ് ആണെന്നും പറയുന്നു. എന്തായാലും പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് കില്ലാടല്ല, പോക്സോ കേസാണ് പുള്ളിക്കാരൻ. അപ്പോൾ അത് 18 വയസ്സിന് താഴെ ഒരു കുട്ടിയെ സംഭവം പീഡിപ്പിക്കാൻ നോക്കി പറഞ്ഞാൽ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി വന്നതാണ് കില്ലാടല്ല. അമ്മയായിട്ട് ആ കുട്ടി ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി വന്നു. അവസാനം ബാധ ഒഴിപ്പിക്കാൻ നോക്കിയപ്പോൾ എന്തായി, പുള്ളിക്കാരനെ വേറെ ഒരു ബാധ കയറി അങ്ങനെ പീഡിപ്പിക്കാൻ വേണ്ടി പോവാണ് ആള്. മനസ്സിലല്ലേ? അങ്ങനെ പുള്ളിക്കാരൻ അറസ്റ്റിലായി കിടന്നത്. ഇപ്പൊ ഇതിൽ ഇതെന്താ വെച്ചാൽ 13 മണിക്കൂറായി ന്യൂസ് വന്നിട്ട്. പക്ഷെ എന്താ വെച്ചാൽ പുള്ളിക്കാരൻ അറസ്റ്റിലായി. മനസ്സിലായി എന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ അറസ്റ്റ് ആവുന്ന വീഡിയോ എൻ്റെ ഉണ്ട്. ആളെ കൊണ്ടുപോകണം, അങ്ങനെ കൈ കെട്ടി കൊണ്ടുപോകണത്. എന്നാലും എൻ്റെ തന്ത്രി നിങ്ങളുടെ ഇതാണ് ബാധ ഒഴിപ്പിക്കൽ, നമ്മൾ അറിഞ്ഞില്ലാട്ടാ കൊച്ചിക്കല്ലേ. ഞാൻ നല്ല അറസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ട് കേട്ടോ, അതും ജസ്റ്റ് ആയിക്കോട്ടാ.
അപ്പൊ അതാണ് കീഴടല്ല. എന്താ വെച്ചാൽ ആളങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. 2-3 പോസ്റ്റ് 4 ചേരെ കൂടി ഇങ്ങനെ പിടിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതാണ് തന്ത്രിയുടെ മറവിൽ, എന്താ വെച്ചാൽ ബാധ ഒഴിപ്പിക്കുന്ന മറവിൽ അല്ലെങ്കിൽ പൂജയുടെ മറവിൽ തന്ത്രിക്ക് എന്താണ് പുള്ളിക്കാരൻ ചെയ്തത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഇങ്ങനെ അറസ്റ്റ് ആവും. ഇപ്പൊ പോക്സോ കേസ് കൂടിയാണ്. അപ്പൊ എന്തായാലും ജാമ്യം കിട്ടാൻ വേഗം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ പുള്ളിക്കാരൻ കുറച്ച് കാലത്തേക്ക് ജയിലിലായിരിക്കും. ഇനിയിപ്പോൾ വീഡിയോ ചെയ്യാൻ എന്ത് ചെയ്യും മല്ലയ്യ പുള്ളിക്കാരെ വീഡിയോയിൽ എങ്ങനെ ചെയ്യുന്ന അറിയില്ല. എനിവേ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും. ഇതിൽ ഫുൾ കമന്റ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ സുഡാപ്പികളുടെ തന്ത്രി അങ്ങനെയൊക്കെ പണ്ട് വന്നിട്ടുണ്ട്. സ്വാഭാവികമായില്ല. എന്താ വെച്ചാൽ നമ്മൾ നല്ല രീതിക്ക് ജീവിച്ചാൽ നല്ലത് ചെയ്താൽ നല്ല കിട്ടും കേട്ടില്ലേ. അപ്പൊ ഇതാണ് തന്ത്രി ചെയ്തിരിക്കുന്നത്. ഞാൻ പുള്ളിക്കാരൻ റീലെ കണ്ട് ഫുള്ള് സെറ്റ് ആയിരുന്നു. എന്താ വെച്ചാൽ ഞാൻ ഒരു ഫാനായി മാറി പുള്ളിക്കാരൻ. എന്താ വെച്ചാൽ നോർമലി ഒരു ഞാൻ പറഞ്ഞേ ഫസ്റ്റ് പറഞ്ഞ ഒരു തന്ത്രി അല്ലെങ്കിൽ ഒരു നമ്പൂതിരി ചെയ്യുന്നതിലപ്പുറം പുള്ളിക്കാരൻ ചെയ്തു. അപ്പൊ സ്വാഭാവികമായും നമ്മൾ ഫാൻ ആവുമല്ലോ. അപ്പൊ പുള്ളിക്കാരൻ ചിലപ്പോൾ പാഷൻ ഇതായിരിക്കില്ല, അറിയില്ല. എനിവേ കുഴപ്പമില്ല. എന്തായാലും ഇപ്പൊ പുള്ളിക്കാരൻ ഇപ്പൊ റീലൊന്നും അത്ര കാണില്ല. നമുക്ക് എന്തായാലും ഇനി അടുത്ത അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ.